ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് വാഴാലിക്കാവ് കേട്ടോ. വാഴാലിക്കാവ് എനിക്ക് ഇവിടേക്കായിട്ട് 2-3 തവണ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ അടുത്ത് രജിയുടെ പാപ്പൻ്റെ വീടുണ്ട്. അവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വരാമെന്ന് വെച്ചു. പക്ഷെ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. അത് അങ്ങനെ ശരിക്കും കാണിച്ചു തരാനൊന്നും പറ്റില്ല, അവരുടെ പെർമിഷൻ ഇല്ലാണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ മനസ്സിലാവും കേട്ടോ സർപ്രൈസ് എന്താന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ വാഴാലിക്കാവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പം ഞാൻ ഉള്ളിലേക്ക് അമ്പലത്തേക്കൊന്നും പോയില്ല, കാരണം നോൺ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പ്രതീക്ഷിക്കാണ്ട് വന്നാൽ അങ്ങോട്ടൊന്നും കയറിയില്ല. പിന്നെ ഭയങ്കര പച്ചപ്പ് നിറഞ്ഞൊരു സമയമൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞു, അപ്പോൾ അത് എല്ലായിടത്തും വെള്ളമൊക്കെ കെട്ടി നിൽക്കും. അതിൻ്റെ ഇടയിൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ അധികം അത്ര വലിയ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട് ഈ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ഒരുപാട് സിനിമകളൊക്കെ ഓർമ്മ വരും. ഒക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ സ്ഥലം വരണത് തൃശ്ശൂർ ജില്ലയിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ പൈക്കുളം ഗ്രാമത്തിലാട്ടോ ഈ വാഴാലിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം. അത് ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാരതപ്പുഴയുടെ തീരത്തായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ട് ഇതിന്. പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങളൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് എന്ന് പറയുന്നത് ജയസൂര്യയുടെ വൈഫിനെയും ജയസൂര്യയുടെ അനിയൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു, അനീത്തി എന്നാണ് പറഞ്ഞത്, കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ അവരെ ഇവിടെ വെച്ച് കണ്ടു. അവരുടെ ഒരു ആഡ് ചെയ്യാനായിട്ട് അവരിപ്പം ബോട്ടിക്ക് എന്തോ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും വന്നിട്ട് അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തും. മഴ പെയ്ത് കാരണം മഴവില്ലൊക്കെ ഉണ്ട് ഇവിടെ. അതാട്ടോ ജസ്റ്റ് അങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ അവരവിടെ ഷൂട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ സംസാരിക്കാൻ അങ്ങനെ ഒന്നും പറ്റിയില്ല. പിന്നെ നമുക്ക് അവരുടെ ഒരു സാരിയുടെ ഷൂട്ടാണ് അവർ ചെയ്യണത്, അതിൻ്റെ ഒരു പരസ്യം പോലെ. അപ്പോൾ നമ്മളതിൽ കൂടെ പോയിട്ട് പിന്നെ അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും അവർ ഉൾപ്പെടുത്തിയില്ല. അത് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അപ്പം അങ്ങനത്തെ ഒരു തിരക്കേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആളുകളൊന്നും അവിടെ വന്നിട്ടില്ല. കാരണം ഈ പച്ചപ്പ് നന്നായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ വരാനായിട്ടൊരു ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടേക്ക് എന്ന് കരുതിയിട്ട് പോവാത്തത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും നോക്കിയില്ല. അതിൻ്റെ അടുത്ത് വരെ വരേണ്ട ആവശ്യം ഉണ്ടായപ്പം ജസ്റ്റ് ഇങ്ങോട്ട് കയറി. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. വന്നവർക്കൊക്കെ നമ്മളിങ്ങനെ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്കതുകൊണ്ട് എവിടെയും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന ആഘോഷം എന്ന് പറയുന്നത് കുംഭമാസത്തിൽ അശ്വതി നാളിൽ ഒരു വേല നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീനമാസത്തിൽ രേവതി നാളിൽ ഒരു പ്രതിഷ്ഠാദിനം ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേക ആഘോഷം. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ വാഴാലിക്കാവ് പോയിട്ട് കണ്ടിട്ടുള്ള ഒരു നമുക്കിതിൻ്റെ ഒരുപാട് കഥകളൊന്നും അറിയില്ലെങ്കിലും അറിയണ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ലൈറ്റൊക്കെ അങ്ങനെ പോയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള പ്ലാനായി. കാരണം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാനൊന്നും അങ്ങനെ അധികം പറ്റില്ല, മഴയും പെയ്യുന്നുണ്ടായിരുന്നു ഇടയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വരുന്ന 2 പേരാട്ടോ നമ്മൾ പറഞ്ഞ ആൾക്കാർ കണ്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.